കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതിനു വേണ്ടി 3 വലിയ ക്യാരറ്റ് പീൽ ചെയ്തതിന് ശേഷം ടെൻഡർ ആവണ വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റിൻ്റെ താഴെ ആകുമ്പോൾ ഇത് നല്ല ടെൻഡറായി കിട്ടും. പിന്നെ ആവശ്യമുള്ളത് പപ്പായ, നല്ല മധുരമുള്ള പപ്പായ എടുക്കാൻ നോക്കണം. അപ്പോൾ ഇത് ക്യാരറ്റ് പുഴുങ്ങി അത് സ്ലൈസ് ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ 3 കപ്പ് പപ്പായ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സമയം വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ കേട്ടോ. ആ സമയത്ത് കുറച്ച് പോമഗ്രാനറ്റ് നമുക്ക് റെഡിയാക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്സും കിസ്മിസും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഞാൻ നന്നായിട്ട് തണുപ്പിച്ച് ക്യാരറ്റും പപ്പായയിലേക്ക് 1 കപ്പ് പാലോളം ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഒരു 5 ടേബിൾ സ്പൂൺസ് മതിയാവും. കുറച്ച് കാഷ്യൂനട്ട്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ സമയത്ത്. ബാക്കി ഗാർണിഷിന് വേണ്ടി ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വരട്ടെ ഒരു സാധനം കൂടി, വനില ഐസ്ക്രീം. ഇതിൽ 1 കപ്പോളം വനില ഐസ്ക്രീമും കൂടി ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ടാണ് ഈ കോക്ടെയിൽ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിൽ ആൽക്കഹോൾ ഇല്ല. ആരാണാവോ ഇതിന് കോക്ടെയിൽ എന്ന് പേരിട്ടത്. അപ്പോൾ നല്ല പാകത്തിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ട്സും കുറച്ച് പോമഗ്രാനറ്റ് സീഡ്സും കുറച്ച് കിസ്മിസും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂണോടുകൂടി സെർവ് ചെയ്യാം. കണ്ണൂർ കോക്ടെയിൽ റെഡി.